നമസ്കാരം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഓരോ ദിവസവും പലതരം നന്മകളും തിന്മകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കിടക്കാൻ നേരത്ത് അതെല്ലാം ഒന്ന് ഓർത്തിട്ട് നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് പറയുക, ക്ഷമിക്കുക, എന്നോട് ക്ഷമിക്കുക. ഞാനിന്ന് ചെയ്തിട്ടുള്ള എന്തെങ്കിലും തിന്മകളുണ്ടെങ്കിൽ സകല ചരാചരങ്ങളും, ദൈവവും പ്രപഞ്ചശക്തിയും എന്നോട് ക്ഷമിക്കുക. അതുപോലെ തന്നെ എനിക്ക് തന്ന സൗഭാഗ്യങ്ങൾ അത് വളരെയധികം വലുതാണ്. അതിന് ഞാൻ നന്ദി പറയുന്നു. ഈ ഉള്ള സൗഭാഗ്യങ്ങളെങ്കിലും കാത്തുരക്ഷിക്കാനായിട്ട് അവിടുന്ന് രക്ഷിക്കണം. ഞാൻ പ്രപഞ്ചമേ, അവിടുത്തെ, അതുപോലെ ദൈവമേ, ഞാൻ അവിടുത്തെ വളരെയധികം സ്നേഹിക്കുന്നു. കാരണം അങ്ങ് നൽകിയ നന്മകളിലൂടെയാണ് ഞാൻ നടന്നു പോകുന്നത്. എനിക്കിത്രയും സൗഭാഗ്യങ്ങൾ നൽകിയ അല്ലയോ ദൈവമേ, അങ്ങേക്കും നമോവകം. ഞാനൊന്നും അങ്ങയോട് ആവശ്യപ്പെടുന്നില്ല കൂടുതലായിട്ട്. എനിക്ക് സ്വത്തോ സമ്പത്തോ അല്ലെങ്കിൽ എനിക്ക് സൗന്ദര്യമോ അങ്ങനെയുള്ള ഒന്നും, ധനമോ ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഇപ്പോഴുള്ളതെങ്കിലും അങ്ങനെയെങ്കിലും പോകണമേ. കൂടുതലായിട്ട് നമ്മൾ ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് ഒരു പൂന ആവശ്യങ്ങൾ നമ്മൾ കൊണ്ടുവയ്ക്കേണ്ട കാര്യമില്ല. നമ്മുടെ അകത്തിരിക്കുന്ന ദൈവത്തിനോട്, നമ്മുടെ മനസ്സിനുള്ളിലുള്ള ദൈവത്തിനോട് നമ്മൾ പറയുക, ഭഗവാനെ, അവിടുന്ന് എൻ്റെ ഹൃദയസിംഹാസനത്തിൽ എപ്പോഴും ഇരിക്കണമേ. അവിടുന്ന് എന്നെ നയിക്കണമേ. എൻ്റെ മനസ്സിൽ ചീത്ത ചിന്തകൾ വരുമ്പോൾ അത് മാറ്റണമേ. ഞാൻ ഒരു സാധാരണ ജീവിയാണ്, വികാര ജീവിയാണ്. വിവേകം എനിക്ക് കുറവാണ്. അതുകൊണ്ട് അതിനകത്ത് തിന്മയും നന്മയും ഒക്കെ നിറയും. എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ ചിലപ്പോൾ എൻ്റെ പിടിയിൽ നിൽക്കില്ല. അതുപോലെ തന്നെ എൻ്റെ ബുദ്ധിയും ചിലപ്പോൾ എൻ്റെ പിടിയിൽ നിൽക്കില്ല, എൻ്റെ മനസ്സും. പക്ഷേ എൻ്റെ ആത്മാവ്, അതായത് ദൈവാംശം അവിടെയുണ്ട്. ആ ദൈവാംശം പരബ്രഹ്മവുമായി അല്ലെങ്കിൽ പരമാത്മാവുമായിട്ടും പരിശുദ്ധാത്മാവുമായിട്ടും അല്ലെങ്കിൽ അള്ളാഹു, ഏത് രീതിയിൽ വേണമെങ്കിലും വിളിച്ചോളൂ, ആ ശക്തിയുമായിട്ട് കണക്റ്റഡാണ്. ആ ശക്തിയിലൂടെ, ആ ഇൻടാഞ്ചിബിൾ ആ കണക്ഷനിലൂടെ ആ തെറ്റുകൾ, എൻ്റെ ചീത്ത വികാരങ്ങൾ, ചീത്ത ചിന്തകൾ, ചീത്ത സ്വഭാവങ്ങൾ ഒക്കെ മാറ്റി എന്നെ പരിശുദ്ധയാക്കണമേ, അല്ലെങ്കിൽ പരിശുദ്ധനാക്കണമേ. ഇത്രയൊക്കെ മതി നമുക്ക് ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ ശരിയാക്കാൻ. നോക്കൂ, ഇത് ഒരു മാസം നമ്മളിത് ചിന്തിക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കയിൽ കിടന്നുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് നല്ലതായിട്ട് ദീർഘശ്വാസം എടുക്കുക. അതായത് 3 മിനിറ്റ് നമ്മുടെ ശ്വാസം വലിച്ചെടുക്കുക, അതൊരു 2 മിനിറ്റ് നിർത്തുക, അതിൻ്റെ 6 മിനിറ്റായിട്ട് ആ ശ്വാസം താഴേക്ക് വിടുക. അതോടൊപ്പം തന്നെ ഈ ചിന്തകളും ഈ ചിന്തകളും മനസ്സിൽ നിറയട്ടെ. അകത്തേക്കുള്ളിലേക്ക് ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ നല്ല ചിന്തകൾ, അല്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് പറയുക. ആ ചിന്തകൾ അവിടെ നിർത്തുക. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ന്യൂറോൺസിൻ്റെ കൂട്ടമാണ്, അതായത് നാഗങ്ങളുടെ കൂട്ടം. അതിനകത്ത് നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ആ നാഗശക്തിയിലൂടെ, ആ ന്യൂറോൺസിലൂടെ തന്നെ, ആ ശക്തിയിലൂടെ നമ്മുടെ ലങ്സിലേക്ക് വന്ന് ആ ജീവശ്വാസം വെളിയിലേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിലൂടെ നമ്മുടെ തിന്മകൾ കൂടെ വെളിയിലേക്ക് പോകട്ടെ. എന്താ, ഇത് പറ്റില്ലേ? ഇതൊന്ന് ചെയ്തു നോക്കൂ. 1 മാസം ചെയ്തു നോക്കൂ. വളരെയധികം ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണിത്. ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും, എനിക്കും എൻ്റെ കുടുംബങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഈ ലോകത്തിനും ഒക്കെ നന്മ വരട്ടെ, ശാന്തി വരട്ടെ. ലോകാ സമസ്തോ സുഖിനോ ഭവന്തു. ഇതാവട്ടെ നമ്മുടെ ആപ്തവാക്യം.